പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് നമ്മുടെ ഈ വർഷത്തെ +2 ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 1-ാം യൂണിറ്റിൽ നിന്നുള്ള എസ്സേ, സ്പീച്ച്, ആർട്ടിക്കിൾ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് അവയിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ ഒരു 1-ാം യൂണിറ്റിൽ നിന്നായിരിക്കും. ഈ ഒരു 1-ാം യൂണിറ്റിലെ പ്രധാനപ്പെട്ട ആശയമായിട്ട് വരുന്നത് വിമൻ എംപവർമെൻ്റ് ആണ്, അതായത് സ്ത്രീ ശാക്തീകരണമാണ്. വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട് എസ്സേ, സ്പീച്ച്, ആർട്ടിക്കിൾ തുടങ്ങിയവ ഈ ഒരു ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളത്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ, സ്ത്രീകളുടെ പ്രാധാന്യം, അതല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് മദർ, അമ്മയുടെ പ്രാധാന്യം, ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ, സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ, റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക്, റോൾ ഓഫ് ലേബർ ഇൻ വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തിൽ ജോലിയുടെ പങ്ക്, റോൾ ഓഫ് ലീഡർഷിപ്പ് ഇൻ വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തിൽ നേതൃത്വത്തിൻ്റെ പങ്ക് തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട് എസ്സേ, സ്പീച്ച്, ആർട്ടിക്കിൾ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളത്. നമുക്കറിയാം, 8 മാർക്കിൻ്റെ ഒരു ചോദ്യം, അതായത് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന് ഉത്തരം എഴുതുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് മിനിമം 2 പേജെങ്കിലും, അതായത് 2 sides ഓഫ് എ പേജ്, ഒരു പേജിൻ്റെ 2 പുറമെങ്കിലും തീർച്ചയായിട്ടും നാം ആൻസർ എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും നേരിടുന്ന ഒരു പ്രശ്നമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ചോദ്യം, അതായത് ക്വസ്റ്റ്യൻ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഉത്തരവും അവർക്ക് അറിയാമായിരിക്കും, എന്നാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉത്തരങ്ങൾ എഴുതാൻ അവർക്ക് സാധിക്കാറില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും സഹായകരമായിരിക്കും ഇനി ഇവിടെ നാം വിശദീകരിക്കുന്ന ഓരോ പോയിന്റുകളും. ഇവിടെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും 1-ാം യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഇനി ഇവിടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് മദർ, സ്ത്രീകളുടെ പ്രാധാന്യം, അതല്ലെങ്കിൽ അമ്മയുടെ പ്രാധാന്യം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ധാരാളം പോയിന്റുകൾ നാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നാം സെലക്ട് ചെയ്ത് അവ പഠിക്കാൻ ശ്രമിക്കുക, എക്സാമിൽ എഴുതാൻ ശ്രമിക്കുക. എംപവർമെൻറ്റ് ഓഫ് വിമൻ ഈസ് ദ പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവറി സൊസൈറ്റി. എല്ലാ സമൂഹത്തിലെയും പ്രാഥമികമായിട്ടുള്ള ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളുടെ ശാക്തീകരണം. വിമൻ എംപവർമെൻറ്റ് ഈസ് ദ അർജൻറ്റ് നീഡ് ഓഫ് ദ വേൾഡ്. സ്ത്രീ ശാക്തീകരണം ലോകത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു ആവശ്യമാണ്. വിമൻ ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ സൊസൈറ്റി. സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വിമൻ പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സൊസൈറ്റി. സ്ത്രീകൾ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട കടമകൾ വഹിക്കുന്നുണ്ട്. എമംഗ് ദ ഹോൾ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ് നിയർലി ഹാഫ് ഓഫ് ദം ആർ വിമൻ. ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്നത് സ്ത്രീകളാണ്. ദേ ഹാവ് ദ ഗ്രേറ്റ് റോൾ ഇൻ ദ സൊസൈറ്റി. അവർക്ക് സമൂഹത്തിൽ മഹത്തായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട്. ദേ ഡു ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് അറ്റ് ഹോം. അവർ വീട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. ദേ വർക്ക് ഫ്രം ഡോൺ ടു ഡസ്ക് ഇൻ ദ ഹൗസ്. അവർ വീട്ടിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നു. ദേ കെയർ ദ ചിൽഡ്രൻ ആൻഡ് ക്ലീൻ ദ ഹൗസ്.
അവർ വീട് വൃത്തിയാക്കുന്നു, മക്കളെ പരിപാലിക്കുകയും ചെയ്യുന്നു. വിതൗട്ട് ദം വി കാൺ മേക്ക് എ ഹാപ്പി ഫാമിലി. അവരില്ലാതെ നമുക്ക് സന്തോഷമുള്ള ഒരു കുടുംബത്തെ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതായത് സ്ത്രീകളില്ലായെങ്കിൽ സന്തോഷമുള്ള ഒരു കുടുംബം ഉണ്ടായിരിക്കില്ല. വിമൻ ടേക്ക് മെനി റോൾസ് ആസ് എ വൈഫ്, മദർ, സിസ്റ്റർ, ഡോട്ടർ എറ്റ്സെട്ര ഇൻ എ ഹൗസ്. സ്ത്രീകൾക്ക് ഒരു വീട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള റോളുകളുണ്ട്, പങ്കുകളുണ്ട്. ആസ് എ വൈഫ്, ഒരു ഭാര്യ എന്ന നിലയ്ക്ക്, അതുപോലെ തന്നെ ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഒരു മകൾ എന്ന നിലയ്ക്ക്, അതുപോലെ തന്നെ സഹോദരി എന്ന നിലയ്ക്ക് സ്ത്രീകൾക്ക് ഒരു വീട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള റോളുകളുണ്ട്. ദ വിമൻ ആർ ദ ലാംപ്സ് ഓഫ് എ ഫാമിലി. ഒരു കുടുംബത്തിൻ്റെ വിളക്കുകളാണ് സ്ത്രീകൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഇമാജിൻ എ ഫാമിലി വിതൗട്ട് വിമൻ. സ്ത്രീകളില്ലാതെ ഒരു കുടുംബത്തിനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. ഇൻ ഹോംസ് തിങ്സ് ആർ ഡിസൈഡഡ് ബൈ ദ വിമൻ. വീട്ടിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സ്ത്രീകളാണ്. അതായത് they decide what to cook and what the members of the family should eat. അവരാണ് തീരുമാനിക്കുന്നത്, അതായത് സ്ത്രീകളാണ് തീരുമാനിക്കുന്നത് ആ ഒരു വീട്ടിൽ അന്ന് എന്ത് പാകം ചെയ്യണം എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഒരു കുടുംബത്തിലെ ആളുകൾ എന്ത് ഭക്ഷിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് സ്ത്രീകളാണ്. They not only deliver children but look after them and bring them up in the right way. അവർ കുട്ടികളെ പ്രസവിക്കുക മാത്രമല്ല, അവരെ നന്നായിട്ട് പരിപാലിക്കുന്നു, അതുപോലെ തന്നെ അവരെ നല്ല വഴിയിലൂടെ സഞ്ചരിപ്പിക്കുകയും ചെയ്യുന്നു. They give pure love to their husbands and their children. അവർ അവരുടെ ഭർത്താക്കന്മാർക്കും അതുപോലെ തന്നെ അവരുടെ മക്കൾക്കും പവിത്രമായിട്ടുള്ള സ്നേഹം നൽകുന്നു. Men are often rough but women are compassionate. പുരുഷന്മാർ പലപ്പോഴും റഫായിരിക്കും, അതായത് പരുക്കനായേക്കാം. എന്നാൽ സ്ത്രീകൾ കമ്പാഷനേറ്റ്, അതായത് ദയയുള്ളവരായിരിക്കും, അതല്ലെങ്കിൽ സഹാനുഭൂതിയുള്ള ആളുകളായിരിക്കും സ്ത്രീകൾ. പീപ്പിൾ ആർ സോ അറ്റാച്ച്ഡ് ടു their mothers. That is why when they are in a trouble, the word first comes to their mouth will be the word mother. എല്ലാ ആളുകളും അവരുടെ അമ്മമാരുമായിട്ട് നന്നായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും, വളരെ ഇഴുകിച്ചേർന്ന ഒരു അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് നാം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്ന സമയത്ത് നമ്മുടെ വായിൽ ആദ്യം തന്നെ വരുന്ന ശബ്ദം അല്ലെങ്കിൽ വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മ എന്നുള്ളതായിരിക്കും. It is said that God created mothers because He couldn't be everywhere at the same time. ദൈവത്തിന് ഒരു പക്ഷേ ഒരേ സമയം തന്നെ എല്ലായിടത്തും എത്തിച്ചേരാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചത് എന്നുള്ളത് ഒരു സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. മദേഴ്സ് പ്ലേ an important roles to make the house alive. ഒരു വീടിനെ ജീവസുറ്റതാക്കാൻ അമ്മമാർ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ, പങ്കുകൾ വഹിക്കുന്നുണ്ട്. They protect their children from all dangers. അമ്മമാർ അവരുടെ മക്കളെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. മദർഹുഡ് ഈസ് എ ബ്ലെസ്ഡ് കണ്ടീഷൻ. മാതൃത്വം എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയാണ്. എ മദർ ഹാസ് എ ഹാർട്ട് ആസ് വൈഡ് ആസ് എ സ്കൈ. ഒരു അമ്മക്ക് ആകാശത്തോളം വിശാലമായിട്ടുള്ള ഹൃദയമുണ്ട്. അതായത് അമ്മമാർ വിശാല മനസ്സുള്ള ആളുകളായിരിക്കും. മദേഴ്സ് ലിവ് ഫോർ ദെയർ ചിൽഡ്രൻ. അമ്മമാർ അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. വിതൗട്ട് എ മദർ ദ ചൈൽഡ് കാൺ ഗ്രോ വെൽ. ഒരു വീട്ടിൽ അമ്മമാരില്ല എങ്കിൽ ആ ഒരു വീട്ടിലെ മക്കൾക്ക് നല്ല രീതിയിൽ വളരാൻ സാധിക്കില്ല. മദർ ഈസ് ദ ഫസ്റ്റ് ഫ്രണ്ട്, ഫസ്റ്റ് ടീച്ചർ ആൻഡ് ദ ഫസ്റ്റ് ഗൈഡ് ഓഫ് ഹെർ ചിൽഡ്രൻ. അമ്മയാണ് അവളുടെ മക്കളുടെ ആദ്യത്തെ ഫ്രണ്ടും സുഹൃത്തും ആദ്യത്തെ ടീച്ചറും അതുപോലെ തന്നെ മക്കളുടെ ആദ്യത്തെ ഗൈഡും അവരുടെ അമ്മയാണ്. ഷീ ഈസ് ദ ത്രെഡ് ദാറ്റ് കണക്ട്സ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ത്രെഡ്, അതായത് ഒരു ചരടാണ് ആ ഒരു വീട്ടിലെ അമ്മ. ഷീ ഈസ് ദ സിംബൽ ഓഫ് ലവ് ആൻഡ് സാക്രിഫൈസ്. അമ്മ ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും ഒരു പ്രതീകമാണ്. മദർ ഈസ് ദ പില്ലർ ഓഫ് എ ഫാമിലി.
ഒരു കുടുംബത്തിൻ്റെ തൂണാണ് ആ ഒരു വീട്ടിലെ അമ്മ. മദർ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ ഫാമിലി. ആ ഒരു കുടുംബത്തിലെ നട്ടെല്ലാണ് ആ ഒരു വീട്ടിലെ അമ്മ. ഷീ ഇൻസ്പയേഴ്സ് ദ ചിൽഡ്രൻ ടു ബിക്കം ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്. അവർ മക്കൾക്ക് പ്രചോദനം നൽകുന്നു, മക്കളെ പ്രചോദിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ടു ബിക്കം ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്. മക്കളിൽ ആത്മവിശ്വാസം ഉണ്ടാകാനും അതുപോലെ തന്നെ അവരെ ധീരന്മാരുമാക്കാനും വേണ്ടി അമ്മ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു, അതല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്നു. ഷീ എൻകറേജസ് ദ ചിൽഡ്രൻ ടു ഡു ദെയർ ബെസ്റ്റ്. അവർ മക്കളെ പ്രചോദിപ്പിക്കുന്നു മികച്ച കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഷീ ഈസ് ദ ലവ്ലി ഷാഡോ ഓഫ് ദ ഗോഡ്. അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു നിഴലാണ്. അതായത് അമ്മമാർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു നിഴലാണ്. ഷീ ഈസ് എവറിത്തിങ് ഇൻ എ ഹൗസ്. അവർ വീട്ടിൽ എല്ലാമാണ്. വിതൗട്ട് ഹർ ദ ഫാമിലി ഈസ് അൺഇമാജിനബിൾ. അമ്മമാരില്ലാത്ത ഒരു വീട് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ സാധ്യമല്ല. ഷീ ഹാസ് മെനി ഗുഡ് ക്വാളിറ്റീസ് ലൈക്ക് ലവ്, പേഷ്യൻസ്, കറേജ് എറ്റ്സെട്ര. അമ്മമാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റികളുണ്ട്. എന്തൊക്കെയാണത്? സ്നേഹം, അതുപോലെ തന്നെ പേഷ്യൻസ്, ക്ഷമ, കറേജ്, ധൈര്യം തുടങ്ങിയ നല്ല ധാരാളം ഗുണങ്ങൾ അമ്മമാർക്കുണ്ട്. ഹർ ലവ് ഈസ് യുണീക്ക് ആൻഡ് ദർ ഈസ് നത്തിങ് ദാറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു ഇറ്റ്. അമ്മമാരുടെ സ്നേഹം യുണീക്ക്, അതുല്യമാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാവുന്ന ഒന്നും ഈ ഒരു ലോകത്ത് ഇല്ല. സോ ലെറ്റ്സ് ട്രീറ്റ് അവർ മദേഴ്സ് വിത്ത് കെയർ ആൻഡ് അഫെക്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അമ്മമാരെ നന്നായിട്ട് പരിപാലിക്കാം, വളരെ അഫെക്ഷൻ, സ്നേഹത്തോടു കൂടി ആൻഡ് കെയർ. നമുക്ക് നമ്മുടെ അമ്മമാരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇവിടെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ പോയിൻറ്റുകളും ഇമ്പോർട്ടൻസ് ഓഫ് മദർ അതല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എസ്സേ, സ്പീച്ച്, ആർട്ടിക്കിൾ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് നമുക്കവയിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന പോയിൻറ്റുകളാണ്. അടുത്തതായിട്ട് എസ്സേ, സ്പീച്ച് അതല്ലെങ്കിൽ ആർട്ടിക്കിളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അവർക്ക് ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് ഇനി പറയുന്ന പോയിൻറ്റുകൾ നമുക്ക് അവയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. വിമൻ ഫേസ് മെനി ചലഞ്ചസ് ടുഡേ. ഇന്ന് സ്ത്രീകൾ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. Our society is male dominated where women are still considered as a second class citizens. നമ്മുടെ സമൂഹം എപ്പോഴും പുരുഷാധിപത്യത്തിന് കീഴിലുള്ളതാണ്. ആ ഒരു സമൂഹത്തിൽ സ്ത്രീകൾ എപ്പോഴും പരിഗണിക്കപ്പെടുന്നത് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ, രണ്ടാംകിട സിറ്റിസൺസ് ആയിട്ടാണ്, ആളുകളായിട്ടാണ് സ്ത്രീകളെ ആ ഒരു സമൂഹത്തിൽ പരിഗണിക്കപ്പെടുന്നത്. സൊസൈറ്റി ഡസൻ സീ ദം ആസ് ഈക്വൽസ്. നമ്മുടെ സമൂഹം സ്ത്രീകളെ ഒരിക്കലും തുല്യരായിട്ട് കാണുന്നില്ല. ആർ സൊസൈറ്റി ബിലീവ്സ് ദാറ്റ് വിമൻ ആർ ഇൻഫീരിയർ ടു മെൻ. നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത് സ്ത്രീകൾ പുരുഷന്മാരുടെ താഴെയാണ്, കീഴെയാണെന്ന് എന്നാണ് നമ്മുടെ സമൂഹം എപ്പോഴും വിശ്വസിക്കുന്നത്. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് വിമൻ ആർ സ്റ്റിൽ കൺസിഡേർഡ് ആസ് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ്. ഈ ഒരു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. മോസ്റ്റ് ഓഫ് ദ വിമൻ ആർ കൺഫൈൻഡ് വിത്തിൻ ദ 4 walls ഓഫ് ദെയർ ഹൗസ്. ഈ ഒരു ലോകത്തുള്ള അധിക സ്ത്രീകളും അവരുടെ വീടിൻ്റെ അല്ലെങ്കിൽ അവരുടെ റൂമിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ കെട്ടിയിട്ട ഒരു അവസ്ഥയിലാണ്. ദേ ആർ ബീയിങ് ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് എഡ്യൂക്കേഷൻ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എറ്റ്സെട്ര. ജോലി അവസരങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലും സ്ത്രീകൾക്കെതിരെ വിവേചനം സംഭവിക്കുന്നുണ്ട്, വിവേചനം നടക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ വിമൻ ഡു നോട്ട് ഹാവ് ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ. കൂടുതൽ സ്ത്രീകൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ, അവസരങ്ങൾ ലഭിക്കുന്നില്ല. ഈവൻ ദ പാരൻസ് ബിലീവ് ദാറ്റ് ദേ ആർ ഡെസ്റ്റൈൻഡ് ടു എൻഡ് അപ്പ് ഇൻ ദ കിച്ചൺ. മാതാപിതാക്കൾ, അതായത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പോലും ചിന്തിക്കുന്നത് അവരുടെ വിധി അവരുടെ അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൊടുക എന്നുള്ളതാണ് ആ പെൺകുട്ടികളുടെ വിധി എന്ന് അവരുടെ മാതാപിതാക്കൾ പോലും വിശ്വസിക്കുന്നു. ദേ ഹാവ് ലെസ് ഫ്രീഡം ദാൻ മെൻ. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവാണ്. മെനി ഓഫ് ദം ഹാവ് നോ ഫ്രീഡം ഓഫ് ട്രാവലിംഗ്, എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്.
സ്ത്രീകളായിട്ടുള്ള പലർക്കും യാത്ര ചെയ്യാനോ വിദ്യാഭ്യാസം നേടാനോ അതുപോലെ തന്നെ ജോലിക്ക് പോകാനോ ഉള്ള തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ബീങ് ബോൺ ആസ് എ വുമൺ ഇസ് എ കേഴ്സ് ടു മെനി വുമൺ ആൻഡ് ദേ ഹാവ് ടു സഫർ ദെയർ എൻറ്റയർ ലൈഫ്. സ്ത്രീയായി അതല്ലെങ്കിൽ പെൺകുട്ടിയായി ജനിച്ചത് എന്നുള്ളത് പല സ്ത്രീകൾക്കും ഒരു കേഴ്സ്, ഒരു ശാപം പോലെയാണ്. ആൻഡ് ദേ ഹാവ് ടു സഫർ ദെയർ എൻറ്റയർ ലൈഫ്. അവർ അവരുടെ ജീവിതം മുഴുവൻ ഇത് ഇങ്ങനെ സഹിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. ടു ഗെറ്റ് മാരീഡ് ദേ ഹാവ് ടു പേ ഡൗറീസ്. അവർ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ത്രീധനം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ടുഡേ ഈവൻ മെൻ ആൻഡ് വിമൻ ഡു ദ സെയിം വർക്ക്. വിമൻ ഗെറ്റ് ലോ പേയ്മെൻറ്റ്, ലോ സെക്യൂരിറ്റി ആൻഡ് ലോ സ്റ്റാറ്റസ്. ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും പല അവസരങ്ങളിലും തുല്യ ജോലിയാണ് ചെയ്യുന്നത് എങ്കിലും അവർക്ക് തുല്യ വേതനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കുറഞ്ഞ വേതനമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ലോ സെക്യൂരിറ്റി, അവർക്ക് കുറഞ്ഞ സുരക്ഷയാണുള്ളത്. ആൻഡ് ലോ സ്റ്റാറ്റസ്, കുറഞ്ഞ സ്റ്റാറ്റസുമാണ് അവർക്ക് ലഭിക്കുന്നത്. ടു ചേഞ്ച് ദിസ് സിറ്റുവേഷൻ there should be equality between men and women. സ്ത്രീകളുടെ ഈ ഒരു അവസ്ഥക്ക് മാറ്റം വേണം എന്നുണ്ടെങ്കിൽ പുരുഷനും അതുപോലെ തന്നെ സ്ത്രീകൾക്കും തുല്യത ഉണ്ടായിരിക്കണം. They should have an equal share in the developing activities. ഒരു രാജ്യത്തിൻ്റെ വികസന കാര്യങ്ങളിൽ അവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കണം, അല്ലെങ്കിൽ തുല്യ ഷെയറുകൾ ഉണ്ടായിരിക്കണം. There should be equal pay for equal work. തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം തുടങ്ങിയ വിഷയങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇത്രയും പോയിന്റുകൾ നമുക്ക് ആ ഒരു ആൻസറിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇനി വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വിമൻ എംപവർമെൻറ്റ്. ഇങ്ങനെ ഒരു ചോദ്യം, എസ്സേ, സ്പീച്ച്, ആർട്ടിക്കിൾ തുടങ്ങിയ ചോദ്യങ്ങളിൽ ഇങ്ങനെ ഒരു വിഷയം വരികയാണെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാവുന്ന പോയിന്റുകളാണ് ഇനി നാം ഡിസ്കസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിലുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ചേഞ്ച്. ഏതൊരു മാറ്റത്തിൻ്റെയും അടിത്തറയാണ് വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൽ വിദ്യാഭ്യാസം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ദാറ്റ് വി ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം വിദ്യാഭ്യാസമാണ്. Education helps women to help themselves and break the chains with which they are bound. എഡ്യൂക്കേഷൻ സ്ത്രീകളെ, അതായത് വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു, ദംസെൽസ് അവരെ സ്വയം സഹായിക്കുന്നു, ആൻഡ് ബ്രേക്ക് ദ ചെയിൻസ് വിത്ത് വിച്ച് ദേ ആർ ബൗണ്ട്. അതുപോലെ തന്നെ അവരെ കെട്ടിയിട്ടിട്ടുള്ള ചെങ്ങലകൾ പൊട്ടിക്കാനും വിദ്യാഭ്യാസം അവരെ സഹായിക്കുന്നു. എഡ്യൂക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. വിമൻ ക്യാൻ ബി എംപവേർഡ് ആൻഡ് സെൽഫ് റിലയൻറ്റ് ഓൺലി വെൻ ദേ ആർ എഡ്യൂക്കേറ്റഡ്. സ്ത്രീകൾക്ക് ശാക്തീകരിക്കപ്പെടാനും അതുപോലെ തന്നെ സ്വയം പര്യാപ്തത നേടാനും സാധിക്കും വെൻ ദേ ആർ എഡ്യൂക്കേറ്റഡ്. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ. ദർ ഈസ് എൻ ആഫ്രിക്കൻ അഡേജ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ഓഫ് വിമൻ. പെൺകുട്ടികളുടെ അതല്ലെങ്കിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലുണ്ട്. എന്താണത്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ആൻഡ് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. നിങ്ങളൊരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്തത് എങ്കിൽ നിങ്ങളൊരു പുരുഷനെ ട്രെയിനിങ് കൊടുത്തതുപോലെയാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുത്തതെങ്കിൽ നിങ്ങളൊരു വില്ലേജ് കംപ്ലീറ്റ്, അതായത് ഒരു ഗ്രാമം കംപ്ലീറ്റ് ആയിട്ട് ട്രെയിനിങ് കൊടുത്തത് പോലെയാണ്. This proverb shows the importance of giving education for girls. ഈ ഒരു പഴഞ്ചൊല്ല്, ഈ ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ല് കാണിക്കുന്നത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെയാണ്. എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈ ഗെറ്റിംഗ് പ്രോപ്പർ എഡ്യൂക്കേഷൻ വിമൻ ക്യാൻ റിയലൈസ് ദെയർ പവർ. നല്ലതായിട്ടുള്ള ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിലൂടെ സ്ത്രീകൾ അവരുടെ ശരിയായ കഴിവുകൾ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നു.
ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദേ ഹാവ് ഈക്വൽ പ്ലേസ് ഇൻ ദ സൊസൈറ്റി. അങ്ങനെ വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്കും സമൂഹത്തിൽ തുല്യമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ട് എന്നുള്ളത്. ഇറ്റ് വിൽ ഇൻക്രീസ് ദെയർ കോൺഫിഡൻസ്. തീർച്ചയായിട്ടും അത് അവരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ദേ വിൽ ഡിസ്കവർ ദെയർ എബിലിറ്റി ഇഫ് ദേ ആർ എഡ്യൂക്കേറ്റഡ്. അങ്ങനെ വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ തിരിച്ചറിയാൻ സാധിക്കും. എഡ്യൂക്കേഷൻ ഹെൽപ്സ് വിമൻ ടു ഗെയിൻ കോൺഫിഡൻസ് ടു നോ ദെയർ റൈറ്റ്സ്. സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ തിരിച്ചറിയാനുള്ള ആത്മവിശ്വാസം കൊടുക്കാൻ വിദ്യാഭ്യാസം അവരെ സഹായിക്കുന്നു. An educated women will bring up a cultured family. വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ സംസ്കാരമുള്ള കുടുംബങ്ങളെ ഉണ്ടാക്കുന്നു. ഓഫ് കോഴ്സ് ലേണിംഗ് ടു റീഡ് ആൻഡ് റൈറ്റ് ചേഞ്ചസ് ലൈവ്സ്. തീർച്ചയായിട്ടും എഴുതാനും അതുപോലെ തന്നെ വായിക്കാനും പഠിക്കുക എന്നുള്ളത് ജീവിതത്തിൽ മാറ്റം വരുത്തും. ജനറലി എഡ്യൂക്കേറ്റഡ് വിമൻ ആർ ഹെൽത്തിയർ ആൻഡ് ഹാവ് ഹെൽത്തി ചിൽഡ്രൻ. സാധാരണയായിട്ട് വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ ആരോഗ്യമുള്ള സ്ത്രീകളായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ജനിക്കുന്ന മക്കളും ആരോഗ്യമുള്ള കുട്ടികളായിരിക്കും. എഡ്യൂക്കേറ്റ് എ ഗേൾ ആൻഡ് ഷി വിൽ ചേഞ്ച് ദ വേൾഡ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, തീർച്ചയായിട്ടും അവർ ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. സോ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ വിമൻ എംപവർമെൻറ്റ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ലെറ്റ്സ് ജോയിൻ അവർ ഹാൻഡ്സ് ടു എൻഷുർ എഡ്യൂക്കേഷൻ ടു എവറി ഗേൾ ചൈൽഡ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, എല്ലാ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇവിടെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റുകളും റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് റോൾ ഓഫ് ലേബർ ഇൻ വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൽ ജോലിയുടെ പങ്കിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാവുന്ന പോയിന്റുകളാണ് ഇനി നാം ഡിസ്കസ് ചെയ്യുന്നത്. ലേബർ ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള രണ്ടാമത്തെ സ്റ്റെപ്പാണ് തൊഴിൽ. ജോബ് ഈസ് മസ്റ്റ് ഫോർ വിമൻ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജോലി നിർബന്ധമാണ്. കാരണം എ വുമൺ വിതൗട്ട് എനി ഇൻകം ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ ഹർ ഫാദർ, ഹസ്ബൻഡ് ഓർ സൺ ഫോർ ഹെർ നീഡ്സ്. ജോലി ഇല്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഭർത്താവിനെയോ അതല്ലെങ്കിൽ അച്ഛനെയോ അതല്ലെങ്കിൽ അവരുടെ മക്കളെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ലേബർ ഗീവ്സ് ഹെർ എക്കണോമിക് പവർ. തൊഴിൽ സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ശക്തി, പവർ നൽകുന്നു. എ വുമൺ ഷുഡ് എൻജോയ് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ടു അച്ചീവ് റിയൽ എംപവർമെൻറ്റ്. യഥാർത്ഥ ശാക്തീകരണം നേടണം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് സ്വതന്ത്രരാകണം. എക്കണോമിക് ഇൻഡിപെൻഡൻസ് റിയലി എംപവേഴ്സ് ദം. സാമ്പത്തിക സ്വാതന്ത്ര്യം അവരെ തീർച്ചയായിട്ടും ശാക്തീകരിക്കും. ലേബർ ഹെൽപ്സ് വിമൻ ടു ഐഡൻറ്റിഫൈ ദെയർ ട്രൂ പൊട്ടൻഷ്യൽ ആൻഡ് അച്ചീവ് ദെയർ ഗോൾസ്. തൊഴിൽ സ്ത്രീകളെ അവരുടെ ശരിയായ കഴിവുകൾ തിരിച്ചറിയാനും അവരുടെ ലക്ഷ്യങ്ങൾ നേടാനും തൊഴിൽ സ്ത്രീകളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ലേബർ ഹെൽപ്സ് വിമൻ ടു ഏൺ മണി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ. തൊഴിൽ സ്ത്രീകളെ പണം നേടാനും അതുപോലെ പണം സമ്പാദിക്കാനും അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പങ്കുവഹിക്കാനും സ്ത്രീകളെ സഹായിക്കുന്നു. ഇറ്റ് വിൽ ഇൻക്രീസ് ദ പെർ കാപ്പിറ്റ ഇൻകം ഓഫ് എ കൺട്രി. അങ്ങനെ സ്ത്രീകളും അവരുടെ പങ്കുകൾ ഒരു സാമ്പത്തികമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനവും വർദ്ധിക്കും. ലേബർ ഹെൽപ്സ് വിമൻ ടു റിഡ്യൂസ് ദ പോവേർട്ടി ഇൻ ദ ഫാമിലി. തൊഴിൽ സ്ത്രീകളെ അവരുടെ കുടുംബത്തിലെ ദാരിദ്ര്യം കുറക്കാൻ അവരെ സഹായിക്കുന്നു. ടുഡേ വിമൻ ഫേസ് മെനി ചലഞ്ചസ് ഇൻ ദ വർക്ക് പ്ലേസ്. ഇന്ന് ജോലി സ്ഥലത്ത് സ്ത്രീകൾ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്തൊക്കെയാണത്? ലോ പേയ്മെൻറ്റ്, ലോ സെക്യൂരിറ്റി ആൻഡ് ലോ സ്റ്റാറ്റസ്. കുറഞ്ഞ വേതനം, കുറഞ്ഞ സുരക്ഷ, അതുപോലെ തന്നെ കുറഞ്ഞ സ്റ്റാറ്റസ് എന്നിവയാണവ. Our basic norm related to women's job should be equal pay for equal work. സ്ത്രീകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരിക്കണം തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത്. We should eliminate gender discrimination in economic activities. സാമ്പത്തിക കാര്യങ്ങളിൽ ലിംഗ അസമത്വം, ലിംഗവിവേചനം നിർബന്ധമായിട്ടും നാം ഇല്ലാതാക്കണം.
വി ഷുഡ് പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വിമൻ. സ്ത്രീകൾക്ക് നമ്മൾ ധാരാളം അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. അവർ ലോസ് ഡോണ്ട് ഡിസ്ക്രിമിനേറ്റ് വിമൻ. നമ്മുടെ നിയമങ്ങൾ ഒരിക്കലും സ്ത്രീകളോട് വിവേചനം കാണിക്കരുത്. വി ഷുഡ് പ്രൊവൈഡ് ദം ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. സ്ത്രീകൾക്ക് നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, അതായത് കടം വാങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. ഈക്വൽ പേയ്മെൻറ്റ് ആൻഡ് ഹൈ സെക്യൂരിറ്റി ഷുഡ് ബി എൻഷ്യൂർഡ് ഇൻ ദ വർക്ക് പ്ലേസ്. ജോലിസ്ഥലങ്ങളിൽ തുല്യവേതനവും അതുപോലെ തന്നെ ഉയർന്ന സുരക്ഷയും സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തണം. ലേണിംഗ് ആൻഡ് ലേബർ ആർ ദ കീ ഫാക്ടേഴ്സ് ഇൻ ദ പ്രോസസ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജോലിയും സ്ത്രീ ശാക്തീകരണം എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്കുള്ള താക്കോലുകളാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും പോയിന്റുകൾ റോൾ ഓഫ് ലേബർ ഇൻ വിമൻ എംപവർമെൻറ്റ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവയിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന പോയിന്റുകളാണ്. അടുത്തതായിട്ട് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് റോൾ ഓഫ് ലേബർ ഇൻ വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൽ നേതൃത്വത്തിനുള്ള റോൾ, പങ്ക്. ഈ ഒരു ടോപ്പിക്ക് വരുന്ന സമയത്ത് ഇവിടെ നാം ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകൾ നമുക്ക് അവയിൽ ഉൾപ്പെടുത്താം. ലീഡർഷിപ്പ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള മൂന്നാമത്തെ സ്റ്റെപ്പാണ് നേതൃത്വം. ലീഡർഷിപ്പ് മേക്സ് വിമൻ മോർ പവർഫുൾ. നേതൃത്വം സ്ത്രീകളെ കൂടുതൽ കരുത്തുള്ളവരാക്കുന്നു. ലീഡർഷിപ്പ് എംപവേഴ്സ് ദം. നേതൃത്വം സ്ത്രീകളെ ശാക്തീകരിക്കുന്നു. ദേ ക്യാൻ യൂസ് ദെയർ സ്കിൽസ് ആൻഡ് ടാലൻസ്. അങ്ങനെ നേതൃത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവരുടെ കഴിവുകളും അതുപോലെ തന്നെ അവരുടെ ടാലൻറ്റ്, സ്കിൽ ഒക്കെ പുറത്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നു. വിമൻ ടേക്ക് മെനി ലീഡർഷിപ്പ് റോൾസ് ഇൻ ദെയർ ഹോം. സ്ത്രീകൾ അവരുടെ വീടുകളിൽ വ്യത്യസ്തമായിട്ടുള്ള നേതൃത്വ പങ്കുകൾ വഹിക്കുന്നുണ്ട്. വിമൻ ടേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്, കമ്പാഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. സ്ത്രീകൾ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയും, കമ്പാഷൻ, സഹാനുഭൂതിയിലൂടെയും, ആൻഡ് സസ്റ്റൈനബിലിറ്റി, ദീർഘകാലം നിലനിൽക്കുന്ന ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും സ്ത്രീകൾ അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. വിമൻ ക്യാൻ ടേക്ക് ഗുഡ് ഡിസിഷൻസ്. സ്ത്രീകൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ലീഡർഷിപ്പ് എനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇൻബോൺ എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. നേതൃത്വം സ്ത്രീകളെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചേരാനും അതുപോലെ തന്നെ അവരുടെ ജന്മനായുള്ള അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനും അത് അച്ചീവ് ചെയ്യാനും അത് നേടിയെടുക്കാനും അവരെ സഹായിക്കുന്നു, സാധ്യമാക്കുന്നു. വിമൻ ഷുഡ് ബി റെഡി ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ ഹൗസസ്. സ്ത്രീകൾ തീർച്ചയായിട്ടും അവരുടെ വീടുകളിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറായിട്ടുണ്ടായിരിക്കണം. ഇറ്റ് വിൽ മേക്ക് എ ഡിഫറൻസ്. തീർച്ചയായിട്ടും ഇത് ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരും. ഇത്രയും പോയിന്റുകൾ നമുക്ക് റോൾ ഓഫ് ലീഡർഷിപ്പ് ഇൻ വിമൻ എംപവർമെൻറ്റ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് എഴുതാൻ പറ്റാവുന്ന പോയിന്റുകളാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ +2 ഇംഗ്ലീഷ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഓരോ പാഠഭാഗങ്ങളും അവയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ മൈ ഇംഗ്ലീഷ് ക്ലാസ് എന്ന ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ +2 ഇംഗ്ലീഷ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഓരോ ക്ലാസ്സുകളും തുടർച്ചയായിട്ടുള്ള ഓരോ ക്ലാസ്സുകളും അതിൻ്റെ ഓർഡർ പ്രകാരം തന്നെ ലഭിക്കാൻ മൈ ഇംഗ്ലീഷ് ക്ലാസ് എന്ന ഈ ഒരു ചാനലിലെ പ്ലേലിസ്റ്റിലുള്ള +2 ഇംഗ്ലീഷ് എന്ന ഫോൾഡറിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ തുടർന്നുള്ള +2 ഇംഗ്ലീഷ് ക്ലാസ്സുകളും ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സുകളും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതിൻ്റെ യഥാസമയം ലഭിക്കാൻ മൈ ഇംഗ്ലീഷ് ക്ലാസ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.